ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതം തൻ്റെ സ്വന്തം പെറ്റമ്മ തന്നെ പ്രസവിച്ചത് പാറു അല്ല നിർമ്മലയാണെന്നുള്ള സത്യം ഗൗതം അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. താൻ അനാഥനാണെന്ന് പറഞ്ഞ് ശിവാനി ഒരുപാട് പേരുടെ മുന്നിൽ വെച്ച് CKCയും വെച്ച് ഗൗതമിനെ അപമാനിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഗൗതം നിർമ്മലയാണ് തൻ്റെ സ്വന്തം അമ്മ എന്നറിഞ്ഞ ഗൗതം തൻ്റെ അമ്മയുടെ അരികിലോട്ട് ഓടി വന്നിട്ട് പറയണേ, ഞാൻ ഒരു അനാഥനാണെന്ന് കരുതി നടക്കുമ്പോൾ എൻ്റെ സ്വന്തം പെറ്റമ്മയെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നതുപോലെ നിങ്ങൾ തന്നെയാണ് എൻ്റെ അമ്മ എന്നറിയുമ്പോൾ എനിക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയണം. ഇനി എനിക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. ഞാൻ അനാഥനല്ല, എനിക്കൊരു അമ്മയുണ്ട്. ആ അമ്മയാണ് ഈ അമ്മ എന്ന് എനിക്ക് ലോകത്തോട് വിളിച്ചു പറയണം എന്നൊക്കെ ഗൗതം നിർമ്മലയോട് പറയണം കേട്ടോ. ഇത് കേൾക്കുന്ന നിധി ഇങ്ങനെ ഞെട്ടി നിൽക്കാണ്. ഈ സമയം നിർമ്മല, മോനെ, ഞാൻ തന്നെയാണ് എൻ്റെ അമ്മ. അമ്മയ്ക്ക് ഇത്രയും നാളും എൻ്റെ അരികിൽ ഞാനാണ് മകൻ എന്ന് അറിഞ്ഞിട്ടും അമ്മ എന്നിൽ നിന്നും എന്തിനെ അകന്നു പോയി? എന്തിനു വേണ്ടിയാണ് ഈ അമ്മ എന്നോട് ഇങ്ങനെ പാപം ചെയ്തത്? എൻ്റെ സ്വന്തം മകനാണെന്ന് അറിഞ്ഞിട്ടും അമ്മക്ക് ഒരു വട്ടമെങ്കിലും അമ്മക്ക് എന്നോട് പറയായിരുന്നില്ല? എത്ര വട്ടം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ സ്വന്തം മകനെ തിരിഞ്ഞു വന്നതാണ്. 30 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ മകനോട് ഒരു തെറ്റ് ചെയ്തു. ആ തെറ്റ് എനിക്ക് തിരുത്തണം, എനിക്ക് എൻ്റെ മകനെ വേണം എന്നൊക്കെ ഗൗതമിനോട് ഈ അമ്മ പറഞ്ഞിട്ട് ഗൗതമാണ് സ്വന്തം മകൻ എന്ന് ഈ അമ്മക്ക് എന്നോട് പറയായിരുന്നില്ലേ? അതെങ്ങനെ മോനെ? നീ പാറുമായി ജീവിക്കല്ലേ? പാറുവല്ലേ നിന്റെ അമ്മ? അതൊക്കെ നേരെ. എൻ്റെ അമ്മ പാറുവാണെന്നുള്ള സത്യത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരു അനാഥനാണെന്ന് എൻ്റെ അമ്മ അറിഞ്ഞപ്പോൾ എന്തെല്ലാം പ്രതിസന്ധികൾ ഞാൻ നേരിടേണ്ടി വന്നു. ഒരു അനാഥനാണ് എന്ന് പറഞ്ഞ് പലവരും എന്നെ കല്ലെറിയുന്നത് പോലെ കല്ലെറിയുന്നത് അമ്മ കണ്ടതല്ലേ? എന്നിട്ടും അമ്മ എന്തുകൊണ്ട് ഞാനാണ് എൻ്റെ അമ്മ എന്ന് എനിക്ക് മുന്നിൽ വിരൽ ചൂണ്ടാഞ്ഞത് എന്ത്? ഇപ്പോൾ നിധിയും അമ്മയും യാദൃശികമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടത് കൊണ്ടല്ലേ എനിക്കിത് കേൾക്കാൻ കഴിഞ്ഞത് എന്നൊക്കെയുള്ള പറച്ചിലാവുമ്പോ നിർമ്മല പറയണേ, മോനെ, അത് എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല എന്ന് പറയുന്നത്, ഒന്ന്, പാറുവിന്റെ മനപ്രയാസം. അന്ന് നിന്നെ ആ അനാഥാലയത്തിൽ നിന്ന് പാറുവാണ് നിന്നെ മകനായി. അവർ ഇന്നേ വരെ നീയല്ല മകൻ എന്ന് പറഞ്ഞിട്ടില്ല. അവർ ഇന്നേ വരെ എനിക്കൊരു വേർതിരിവ് തന്നിട്ടില്ല. അവരെല്ലാവരും നിന്നെ, ആ വീട്ടിലുള്ള എല്ലാവരും നിന്നെ സ്നേഹിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ നിന്നോട് ഈ സത്യം തുറന്നു പറഞ്ഞ അതൊരു പക്ഷേ എങ്ങനെ ആയിത്തീരും? അതൊരു പക്ഷേ പാറു എങ്ങനെ ആവും എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അമ്മ എന്ത് പറഞ്ഞാലും സ്വന്തം മകനെ കണ്ടപ്പോൾ, സ്വന്തം മകൻ ഈ മാനസികാവസ്ഥയിൽ പോകുമ്പോൾ അമ്മയ്ക്ക് എന്നോട് ഈ സത്യം തുറന്ന് പറയായിരുന്നു. ഇനി എന്തായാലും അതങ്ങനെ ഇരിക്കട്ടെ. ഇനിയെങ്കിലും എനിക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയണം, എൻ്റെ പെറ്റമ്മ ഇതാ, ഞാൻ ഒരു അനാഥനല്ല, എനിക്ക് അമ്മയുണ്ട് എന്ന് പറഞ്ഞ് ഈ ലോകത്തോട് എനിക്ക് വിരൽ ചൂണ്ടി എൻ്റെ അമ്മയെ കാണിച്ചു കൊടുക്കണം. ഇനി ആരും എൻ്റെ നേർക്ക് ഒരു കല്ലെറിയാൻ പാടില്ല. അനാഥൻ എന്ന് പറഞ്ഞ് ആ ശിവാനിയെ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു, CKC എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു, അതുകൊണ്ട് പാടില്ല അമ്മേ. അതുകൊണ്ട് തന്നെ ഇനി എനിക്കത് പറയണമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പറ്റില്ല മോനെ, അതിന് നിനക്ക് തടസ്സമുണ്ട് എന്ന് പറയണേട്ടോ. അതെന്താ തടസ്സം? അത് തന്നെ നിന്റെ അച്ഛൻ. അത് കേൾക്കുന്ന ഗൗതം, എന്താ ആ മൃഗത്തെ പേടിച്ചിട്ടാണോ അമ്മ എന്നെ വേണ്ടെന്ന് വെക്കുന്നത്? അത് കേട്ടോടതിന് സത്യമാണ് മോനെ, നിന്റെ അച്ഛൻ ഈ നാട്ടിലുണ്ട്. നിന്റെ അച്ഛൻ നീ എൻ്റെ മകനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിന്നെ നശിപ്പിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. എന്നെ അവരിപ്പോൾ കൊല്ലാൻ നോക്കിയെങ്കിൽ തീർച്ചയായും നിന്നെ നാളെ അവർ കൊല്ലും. അതുകൊണ്ട് നീ ഇപ്പോൾ എൻ്റെ മകനാണെന്നുള്ള സത്യം ഒരിക്കലും അറിയരുത്. എന്തിനാ അമ്മേ എന്നെ എങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നത്? അയാൾ എൻ്റെ അച്ഛൻ ആരാണെന്ന് എൻ്റെ മുന്നിൽ വെളിപ്പെടുത്തോ, അയാളെ കഷ്ണം കഷ്ണമായി ഞാൻ തീർത്തേക്കാം. പൊന്നുമോനെ, നിന്നെ കിട്ടാൻ ഈ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. നീ ഈ അമ്മയുടെ മകനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടും നിന്റെ മുന്നിൽ ഞാൻ വെളിപ്പെടുത്താതിരുന്നത് പാറിനെ വിചാരിച്ച് മാത്രമാണ്, CKCയെ പേടിച്ചിട്ടും. അതുകൊണ്ട് തന്നെ എൻ്റെ മോനെ തകർക്കാൻ മാത്രം ഒരുപാട് കൂട്ടങ്ങൾ നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നീ രക്ഷപ്പെട്ടു വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നീ എൻ്റെ മകനാണെന്നുള്ള സത്യം നിനക്കും അറിയാലോ. ഈ അമ്മ ആഗ്രഹിച്ചത് ഇത് മാത്രം, എൻ്റെ മകനായി അംഗീകരിക്കുന്ന ഒരു ദിവസം. ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. എൻ്റെ മോനെ എന്നെ ഇപ്പൊ നെഞ്ചോട് ചേർത്ത് പിടിച്ചില്ലേ, അത്ര മതി എന്ന് പറയുമ്പോൾ എന്തിനാ അമ്മ ഇങ്ങനെ എല്ലാം അമ്മ കുറഞ്ഞു കൊടുക്കുന്ന? അമ്മയുടെ മകനാണ് ഞാൻ. എനിക്ക് ലോകത്തോട് വിളിച്ചു പറയണം, മൃഗത്തെ പേടിച്ച് ഒരിക്കലും അമ്മ എന്നെ വേണ്ടെന്ന് വെക്കരുത്. എൻ്റെ അമ്മ അല്ലെന്ന് പറയരുത്. ഈ ലോകം അറിയട്ടെ എന്ന് പറയുമ്പോൾ മോനെ വേണ്ട, ഈ അമ്മ പറയുന്നത് കേൾക്ക്. ഈ CKC അതുപോലെ ദുഷ്ടജന്മങ്ങൾ ഒരുപാട് എണ്ണമുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഈ അമ്മ തന്നെ നിന്നോട് പറയും, മോനെ ഞാനാണ് നിന്റെ അമ്മ, നിന്റെ പെറ്റമ്മ ഞാനാണെന്ന് നീ എല്ലാവരോടും വിളിച്ചു പറയുമെന്ന് ഞാൻ നിന്നോട് പറയുമ്പോൾ നീ പറഞ്ഞാൽ മതി. ഇപ്പോൾ എൻ്റെ മോന് പറഞ്ഞത് കേൾക്ക്. ആ സമയമാണ് കേട്ടോ ഒരു ഫോൺ കോൾ വരുന്നത്. അപ്പോൾ തന്നെ ഗൗതം പുറത്തോട്ട് പോകുന്നുണ്ട്. ഇതേ സമയം ഗൗതം, അമ്മ ഞാൻ വരുന്ന ഈ ഫോണൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. ആ സമയം നിധി, എന്തിനാണ് ഇപ്പൊ വേണ്ടെന്ന് വെക്കുന്നത്?
ഗൗതം അവന്റെ അമ്മയെ പുറലോകത്ത് കാണിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഗൗതമിന്റെ അനാഥത്വം അത് അമ്മയില്ലാത്തവൻ അച്ഛനില്ലാത്തവൻ എന്ന ആ പേരിനേക്കാൾ നല്ലത് അമ്മയുണ്ടെന്നത് കാണിച്ചു കൊടുക്കുന്നതല്ലേ നിർമ്മലാമ്മ എന്ന് ചോദിച്ച ഉടനെ നിർമ്മല പറയണേ, ഒരിക്കലും ഞാൻ അത് ചെയ്യില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ പോലും വേണ്ടെന്ന് വെച്ച് 10 മാസം എന്റെ ഉദരത്തിലിട്ട് അവനോട് ഒരു സ്നേഹവുമില്ലാതെ ഇപ്പോൾ നിങ്ങൾ തെരുവിൽ ഇറങ്ങിയതുപോലെ നിങ്ങൾ ഞാൻ വലിച്ചിട്ട് പോയതാണ്. എന്റെ മകനെ ഞാൻ വലിച്ചെറിഞ്ഞു പോയതാണ്. അന്ന് എന്റെ പാറുവിന്റെ സ്നേഹം അവന് കൊടുത്തത് കൊണ്ടല്ലേ അവൻ ഇന്ന് ഈ നിലയിലെത്തിയത്. അവൻ ഇന്ന് ഈ ഒരു പേരും പ്രശസ്തിയും ഈ ലോകമറിയുന്ന ആളായി മാറിയത്. പാറു ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എന്റെ മകൻ ലോകമറിയുന്ന ആളായി മാറില്ല. അപ്പൊ അതിന് അർത്ഥം എന്റെ പാറു തന്നെ ഇതിനൊരു തീരുമാനം എടുക്കണം. അത് കേൾക്കുന്ന നിധി എന്താ എന്റെ അമ്മ പറഞ്ഞത്, എന്താ അമ്മ ഉദ്ദേശിക്കുന്നത്, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. പാറു പറയണം ഇതാണ് എന്റെ അമ്മ എന്ന് പാറു എന്നോട് ചൂണ്ടിക്കാണിക്കണം. ഗൗതമിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. പാറു ലോകത്തോട് വിളിച്ചു പറയണം ഗൗതം അനാഥയല്ല, ഗൗതമിന് ഒരു അമ്മയുണ്ട് എന്ന് പറഞ്ഞ് പാറു എന്നെ കാണിച്ചു കൊടുക്കണം. ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്നിട്ട് വേണം അവന്റെ അച്ഛനായ ആ മൃഗത്തിനോട് എനിക്ക് തിരിച്ചടി കൊടുക്കാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം നിധി പറയണേ, അങ്ങനെയൊക്കെ വേണം മോളെ. എന്റെ പാറുവിനോട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായിരിക്കും. അവളല്ലേ എന്നെ എന്റെ കുഞ്ഞിനെ കുഞ്ഞാക്കി വളർത്തിയത്. അപ്പൊ ഗൗതമിനാണെങ്കിലും പാറു വിളിച്ചിരിക്കുകയാണ് കേട്ടോ. പാറു ഒരു സെക്യൂരിറ്റി വഴി നീ വായ വീട്ടിലോട്ട് ഒരു സെക്യൂരിറ്റിയെ പറഞ്ഞയച്ചിട്ടുണ്ട്, ഇനി പെട്ടെന്ന് പുറത്തോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഗൗതമിനെ പാറു വിളിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് നിർമ്മലയുടെ അടുത്തോട്ട് വരികയാണ്. അപ്പൊ നിർമ്മല ചോദിക്കുകയാണ്, ആരാണ് മോനെ വിളിച്ചത്? പാറു ആണ്. പാറു എനിക്ക് പോരാൻ വണ്ടി അയച്ചിരിക്കുന്നു എന്ന് പറയുന്നിട്ട് ഇതേ സമയം നീ നിന്റെ അമ്മയുടെ അരികിലോട്ട് പോ. എന്തിനാ അമ്മ മനസ്സിൽ ഒരു ഭാരം കൂട്ടിവെച്ച് അമ്മ എന്നോട് എന്റെ പെറ്റമ്മയല്ലാത്ത എന്നെ വളർത്തമ്മയുടെ അടുത്ത് പറഞ്ഞയക്കുന്നത്? എന്റെ അമ്മയാണ് എനിക്ക് വലുത്. എന്റെ പാറുവിനെ എനിക്ക് ഇഷ്ടം തന്നെ, തള്ളിപ്പറയുകയില്ല. പക്ഷെ എന്റെ അമ്മയെ ഈ ഒരു അവസ്ഥയിൽ ഇട്ടിട്ട്, അതായത് CKC ആ സമയം ഗുണ്ടകളെ കൊണ്ട് നിർമ്മലയെ കൊല്ലാൻ വേണ്ടി നോക്കിയിട്ട് അവിടെ ഗൗതം രക്ഷിച്ചു കൊണ്ടുവന്ന ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഈ സത്യങ്ങൾ അറിയുന്നത്. അതിനെക്കുറിച്ച് മുമ്പ് റിവ്യൂ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഈ സമയം ഗൗതം പറയുന്നുണ്ട്, മകനായി ഞാനല്ലേ ഇപ്പൊ അമ്മയുടെ കൂടെ നിൽക്കേണ്ടത്. വേണ്ട മോനെ, നീ ഇപ്പൊ പോവുകയാണ് വേണ്ടത്. എന്റെ മോനെ എന്റെ കൂടെ നടക്കില്ലേ? എന്റെ ഈ പാപിയായ അമ്മയുടെ കൂടെ നീ ഇരിക്കല്ലേ? നീ ഇപ്പോ പാറുവിനെ സങ്കടപ്പെടുത്താതെ പാറുവിന്റെ അടുത്തോട്ട് പോ. പാറു ഒരിക്കലും നിന്നെ പെറ്റമ്മയല്ലെന്ന ആ കുറവ് നിനക്ക് വരുത്തിയിട്ടില്ല. നീ ഈ സത്യം ശിവാനിയിലൂടെ അറിഞ്ഞില്ലെങ്കിൽ നീ എന്നും അവളെയല്ലേ അമ്മയായി കാണുള്ളൂ, ഈ അമ്മയെ കാണില്ലല്ലോ എന്ന് പറയുമ്പോൾ ഗൗതം തന്റെ അമ്മ നിർമ്മലയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയാനായിട്ട് എനിക്ക് ഈ അമ്മയെ വിട്ടു പോകാൻ കഴിയില്ല എന്നുള്ള ആ അർത്ഥത്തിൽ പൊട്ടിക്കരയുമ്പോ ഗൗതമിന്റെ ആ കരച്ചിൽ കാണുന്ന നിർമ്മല, ഗൗതം നീ പോ, ഈ അമ്മയെ പ്രതിസന്ധിയിലാക്കല്ലേ. അമ്മ നിന്നെ ഏറ്റെടുക്കുന്ന ഒരു ദിവസം വരും. ആ മൃഗത്തെ നമുക്ക് വെട്ടി വീഴ്ത്തണം. ആ മൃഗം ഇനി ഈ ലോകത്ത് ഉണ്ടാവാൻ പാടില്ല. അത് എന്റെ മകനിലൂടെ തന്നെ ആവണം എന്റെ പ്രതികാരം. പക്ഷെ എന്റെ മകൻ എന്ന് നിവർന്ന് നിൽക്കട്ടെ, ശത്രുക്കളുടെ എണ്ണം കുറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡ് വരാനുണ്ട്. അപ്പൊ ഇനി പാറുവിന്റെ അടുത്തോട്ട് പോയിട്ട് ചെറിയൊരു പ്രതികാരമൊക്കെ ഗൗതം ചെയ്യും. എന്റെ പെറ്റമ്മ എന്റെ മുന്നിലുണ്ടായിട്ടും എനിക്ക് വിരൽ ചൂണ്ടി കാണിച്ചു തരാതിരുന്നത് വലിയ തെറ്റ് തന്നെയെന്ന് പാറുവിനോട് ചോദിക്കുന്ന ആ ഒരു എപ്പിസോഡൊക്കെ ഉണ്ട് കേട്ടോ.